ഈഗോ എന്താ എത്രത്തോളം വലുതാണ്, എത്ര വേഗം എന്നെ ട്രിഗേർഡ് ആവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചിലരുടെ ഈഗോ നമ്മൾ അവരോട് തെറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ നിന്നാൽ പോലും അവരുടെ ഈഗോനെ ട്രിഗേർഡ് ആവും. അങ്ങനെ ട്രിഗേർഡ് ആയാൽ വേണമെങ്കിൽ ആ ആളുടെ ആ ആൾ എത്രത്തോളം അതിനെ ഹാൻഡിൽ ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫ്. പിന്നെ ഞങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 3-4 പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു ഫാമിലിയാണ്. അച്ഛനുള്ളപ്പോഴാണെങ്കിലും അച്ഛൻ അത്ര ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഹി വാസ് നോട്ട് എ വെരി നമുക്ക് വെട്ടാൻ പോവാം അങ്ങനെ പറയുന്ന ഒരാളായിരുന്നില്ല. ഹി വാസ് എ വെരി ഒരു അഹിംസയായിരുന്നു അച്ഛ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ ഇപ്പുറത്ത് അടി കിട്ടിയാൽ പിന്നെ അടുത്ത് വാങ്ങിച്ചോ ഉണ്ടായിരുന്നു, അതോടെ തീരുമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങള് ശീലിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ചേച്ചിയുടെ ലൈഫിലാണെങ്കിലും കുറെ കാലം മിണ്ടായിരിക്കേണ്ട സാഹചര്യമൊക്കെ വന്നത്. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് എന്നാ 2 പൊട്ടിക്കാന്നുള്ള രീതിയിൽ ഒരാളിങ്ങനെ ഇറങ്ങിത്തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കും, ഞങ്ങളുടെയൊക്കെ ലൈഫ് പോലെയൊക്കെ ഇരിക്കും. അത്രേ പറയാനുള്ളൂ. അത് തമാശയായിട്ട് ഇപ്പൊ പറയാന്നുള്ളതാണ്, കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എപ്പോഴും നല്ല തോന്നിയിട്ടുണ്ടാവും, ഒബ്വിയസ്ലി നിങ്ങൾ ഇടയിൽ സംസാരിച്ചിട്ടുണ്ടാവും, വൈ ദിസ്, നമുക്ക് എപ്പോഴും ബാക്ക് ടു ബാക്ക്, അല്ലെങ്കിൽ ഒന്ന് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അപ്പൊ തന്നെ അടുത്തത്, എന്തിനാ ഇങ്ങനെ ഓരോരുത്തരും ടോർച്ചർ ചെയ്യുന്നത്, നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ്? അങ്ങനെ നിങ്ങൾ തമ്മിൽ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല? പിന്നെ ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, അതായത് ഓരോ ക്രിമിനൽ കേസ് ഒക്കെ കഴിയുമ്പം അതിനകത്ത് കൾപ്രിറ്റായിരുന്ന ആൾക്കാർ സുഖമായിട്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. സത്യം. നമ്മളിപ്പോ ഈ പറയാനും മാത്രം എന്ത് ക്രൈമാണ് ചെയ്തതെന്നുള്ളത്. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞേ ചേച്ചി, നമുക്ക് ഓരോ കാര്യങ്ങളും അത് ശരിയായി വെറുതെ ആൾക്കാർക്ക് വെറുപ്പുണ്ടായതല്ല. നമ്മുടെ ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു പോസ്റ്റിന്റെ താഴെ ഒരു 10 കമന്റ്സ് നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ആ വൈബിനൊത്ത് നാടോടുമ്പം കമന്റ്സും നടുവേ അങ്ങ് ഓടുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ ആ 10 കമന്റ്സ് ഞങ്ങളുടെ എന്ത് കണ്ടന്റ് വന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സോളിഡ്ലി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫേക്ക് അക്കൗണ്ട്സ് ആണ്, അത് ജെന്യുവൻ ആയിട്ടുള്ള അക്കൗണ്ട്സ് അല്ല. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവരുടെ ഇത് കണ്ടുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ റവന്യൂ സോഴ്സ് അതാണ്, പ്രൈമറി സോഴ്സ് അതാണ്. അപ്പോൾ വി കാണ്ട് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. നമുക്ക് വിഷമം ഉണ്ടാവും ഇടയ്ക്കൊക്കെ നല്ല രീതിക്ക്. ഇപ്പം എൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ലൈഫ് വരയ്ക്കുന്ന ഞാനാന്നുള്ള ഒരു സാധനം വരെ സ്ഥിരമായിട്ട് ഞാൻ കേൾക്കാറുണ്ട്. എന്റെ അച്ഛനമ്മയുടെ പേരും അതിനകത്ത് ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട്. ഇപ്പൊ ചേച്ചിക്ക് സിസ്റ്റേഴ്സ് ഉണ്ടോ? സിബ്ലിങ്സ് ഉണ്ടോ? എനിക്ക് 2 ബ്രദേഴ്സാ. അവർക്ക് എന്തെങ്കിലും പറ്റിയ ചേച്ചി കൂടെ നിൽക്കില്ലേ? തീർച്ചയായിട്ടും. ഇത്രേ ചെയ്തിട്ടുള്ളൂ ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ ഓൾ ത്രൂ ദ വൈൽ. കാരണം എന്റെ ചേച്ചിക്ക് കോൺസ്റ്റന്റ്ലി പെയിൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഐ വാസ് ഓൾവേസ് വിത്ത് ഹർ. അതെന്റെ അച്ഛനമ്മേനെ പഠിപ്പിച്ചൊരു കാര്യമാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 2 ഗേൾസും കൂടെ ആകുമ്പോഴത്തേക്ക് ആ ഒരു അഫെക്ഷൻ കൂടും അവിടെ. തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ രണ്ടുപേരും ചേച്ചി ടീൻ ആയി കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ പിന്നെ ചെറുപ്പം മുതലാണെങ്കിലും അങ്ങനെ പുറത്തൊന്നും കളിക്കാൻ വിടാറൊന്നുമില്ല. ഞങ്ങൾ തന്നെ വീട്ടിലിരുന്ന് ഓരോരോ മണ്ടൻ കളികളൊക്കെ കളിക്കും. ഇങ്ങനെയായിരുന്നു ദിസ് വേ വി വെയർ. അപ്പൊ ഒബ്വിയസ്ലി ഐ ഹാവ് ടു ബി ദെയർ ഫോർ. ഞങ്ങൾക്കൊരു ബ്രദർ ഇല്ല. അപ്പൊ ഞാൻ എന്റെ ജോലി ചെയ്തതിന് വരെ എന്നെ കുറ്റം പറയുന്നുണ്ട്. അപ്പം ലെറ്റ് ഇറ്റ് ബി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. ഇതുവഴി കേൾക്കുക, ഇതുവഴി വിടുക എന്നുള്ളൊരു പാറ്റേൺ. ഇടയ്ക്ക് കരയുകയും ചെയ്യുക, എന്നിട്ട് വിടുക. നിങ്ങളിൽ ആരാ ശരിക്കും കൂടുതൽ ബോൾഡ് ആയിട്ടുള്ള? ആരാ? അത് സിറ്റുവേഷണൽ ആണെന്ന് തോന്നുന്നു. ബാലൻസിങ് ആണ്. ചില സമയത്ത് ഒരാൾ, ചില സമയത്ത് ഒരാൾ, അങ്ങനെയാണ്. അതെ. അതിപ്പം എന്നെ കാണുമ്പോ എല്ലാവരും എന്റെ ഒരു ശബ്ദവും ലുക്കും വൈബൊക്കെ കാണുമ്പോ എല്ലാവരും വിചാരിക്കും ഒരു അമ്മയെടുത്ത് എടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല. ഞാൻ കരയുന്നുണ്ട് കഴിഞ്ഞാൽ പാപ്പുവിനേക്കാളും കഷ്ടം ഞാൻ കരയും. ഐ എം വെരി ഇമോഷണൽ. ഓൺലി തിങ് എനിക്ക് സംസാരിക്കാൻ അറിയാം എന്ന് തോന്നുന്നു. അതായത് കുറച്ചുകൂടെ അമൃതേശിനേക്കാളും എനിക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നീ എന്തിനാ അങ്ങനെ ചെയ്തേന്ന് ചോദിക്കാനുള്ള ഒരു തിളപ്പുണ്ട് എന്റെ വീട്ടില്. ആ ഒരു തിളപ്പ് എനിക്കുണ്ട്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വെറും എഗ്ഷെല്ലാണ്. ജസ്റ്റ് പൊട്ടി. ഞങ്ങളെല്ലാരും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ആരെങ്കിലും ഒരാൾ കരയുമ്പം അടുത്ത ആള് സമാനിപ്പിക്കും. അടുത്ത നിന്റെ ഡേൺ എന്ന് പറഞ്ഞു ആ ഒരു പാറ്റേൺ അങ്ങനെ പോണു. അത്ര തന്നെ. നിങ്ങൾക്കപ്പോ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ഇതേ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഒരു ബ്രദർ ഇല്ലാത്തതിന്റെ ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? സത്യം പറഞ്ഞാ അങ്ങനെയല്ല ചേച്ചി. ബ്രദർ അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. എന്റെ ചേച്ചി അത്ര നല്ലൊരു ചേച്ചിയാണ്. ഷീ ഈസ് എ വണ്ടർഫുൾ സിസ്റ്റർ. എനിക്കൊരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആഗ്രഹിക്കാനും മാത്രമുള്ള ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ കൂട്ടൊരു പ്രോബ്ലം, ഒരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി കുറച്ചുകൂടി അപ്ഫ്രണ്ട് ആയിട്ട് കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ട് നിൽക്കാൻ ഒരാളുണ്ടായിരുന്നു. ഇപ്പൊ ഞാനാണെങ്കിലും എനിക്ക് ഇത്ര ബോൾഡ് പേഴ്സോണ കാണിക്കേണ്ട ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ആയി മാറുന്നതാണ്. ആരും ഇങ്ങനെ ജനിക്കുമ്പോഴേ ബോൾഡായി വരുന്ന ആൾക്കാരല്ല. സിറ്റുവേഷൻസ് ആണ് നമ്മളെ അങ്ങനെ ആക്കുന്നത്. ആൻഡ് ബോൾഡ് ആയി കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള. അതെ. ഇപ്പൊ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അഹങ്കാരിയാണ്. അതെനിക്ക് മുദ്ര കുത്തിയിട്ടുള്ളതാണ്. എനിക്ക് പറയാനുള്ളതാണ്. അപ്പൊ ഒരു ചേട്ടനുണ്ടായിരുന്നെങ്കിൽ പ്രോബബ്ലി പുള്ളി അത് ഹാൻഡിൽ ചെയ്തേനെ.
അങ്ങനെ എന്തൊക്കെയാറുണ്ട്. നമ്മൾ പൊതുവെ പറയുന്ന ഒരു ചൊല്ല് പോലെ ഉണ്ട്, നാഥനില്ല കളരിയിൽ ആൾക്കാർ കയറി അങ്ങ് കളിക്കും, അങ്ങ് അഴിഞ്ഞാടും എന്നുള്ളത്. നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാല് വേറെ ഇപ്പൊ അച്ഛനെ സംബന്ധിച്ച് അച്ഛനും വളരെ ക്വയറ്റ് ആയിട്ടുള്ള ശാന്ത സ്വഭാവമാണ് അങ്കിളിന്റേതും. അങ്ങനെ ഒരാളായിരുന്നു. ഇപ്പൊ വീട്ടിലും അതെ, നിങ്ങളുടെ അതിനകത്ത് പ്രത്യേകിച്ച് ആരും ഒരു ഇല്ലാത്തപ്പം ആർക്കും ഈ പറഞ്ഞ കമന്റ്സിലൂടെ ആണെങ്കിലും നിങ്ങൾക്കിട്ട് പണിയാം, അല്ലെങ്കിൽ നിങ്ങൾക്കിട്ട് എഗെയിൻസ്റ്റ് ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളതിന് അല്ലെ ആൾക്കാർ ആ ഒരു ധൈര്യത്തോടെയാണ് അവര് വരുന്നത്. പിന്നെ അതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കൂട്ടി എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എന്റെ ചേച്ചിയുടെ കാര്യങ്ങളിലാണെങ്കിലും പലപ്പോഴും ഞാൻ ഇടപെടേണ്ടാത്തതല്ലാത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞൊരു ആരെങ്കിലും ഒരാള് കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണം, ആ ഒരാൾ ആവണ്ട വന്നതാണ്. അല്ലാതെ എനിക്ക് എന്റെ കാര്യം നോക്കി സമാനമായിട്ടൊരു സൈഡിൽ കൂടെ പോയാൽ മതി. പക്ഷെ എന്റെ വീട്ടിലെല്ലാവരും വിഷമിക്കുന്ന കാണുമ്പോൾ, എസ്പെഷ്യലി അമ്മയൊക്കെ വിഷമിക്കുന്ന കാണുമ്പോൾ പല സിറ്റുവേഷൻസിലും എനിക്ക് സംസാരിക്കേണ്ട വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അതിനകത്ത് തലയിട്ടിട്ടുള്ളത്. പക്ഷെ അതിനും പറയാനുണ്ടാവും, അപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ ഈ വരുന്ന കമന്റ്സ് ഒക്കെ നിങ്ങൾ നോക്കാറുണ്ടോ? നോക്കാറൊക്കെ ഉണ്ട്. പിന്നെ പക്ഷെ അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്കിട്ട് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെ നിങ്ങളെ മോശമായിക്കൊണ്ടുള്ളതാണ് ഈ കമന്റ്സ് എന്നൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുമ്പോ വീണ്ടും അത് നോക്കി മനസ്സ് വിഷമിപ്പിക്കുന്നത് എന്തിനാപ്പോ? ചേച്ചി അതൊരു എന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഇത് മാറി ഈ പോസ്റ്റിനെങ്കിലും തെറിവിളി ഉണ്ടാവാതിരിക്കുമോ എന്നറിയാനാണ്. വി ആർ ലുക്കിംഗ് ഫോർ സം ലൈറ്റ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ആ ഒരു നെഗറ്റീവ് സാധനമല്ല നമ്മൾ അട്രാക്ട് ചെയ്യാൻ നോക്കുന്നത്. അതിനകത്ത് അതിന്റെ താഴെ എന്തെങ്കിലും ഒരു മാറ്റം വന്നു, ഈ വട്ടമെങ്കിലും പുള്ളി നിർത്തിയോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് നിർത്തിയോ എന്നുള്ള ഒരു സാധനമാണ് മോസ്റ്റ്ലി നോക്കാറുള്ളത്. പക്ഷെ ഇപ്പം ആഫ്റ്റർ ദ റീസെന്റ് ഇൻസിഡൻസ് ഒരുപാടൊക്കെ അത് മാറിയിട്ടുണ്ട്. ഒരുപാടൊക്കെ അത് മാറിയിട്ടുണ്ട്. അത് കാരണം പലപ്പോഴും പലരും പല കാര്യങ്ങളും അറിയാതിരുന്നതിന്റെ ആണ് ഇതൊക്കെ എന്നുള്ളതും ഒരു റിയാലിറ്റിയാണ്. അപ്പൊ അത് കുറെയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു സാധനം കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു പുഷ് കിട്ടുക മുമ്പോട്ട് പോകാൻ. ആ ഒരു പുഷിന് വേണ്ടിയിട്ട് ഇനിയാണെങ്കിലും കമന്റ്സ് വായിക്കുകയും ചെയ്യും. ആൻഡ് വാട്ട് ഡസന്റ് കിൽ യു മേക്സ് യു സ്ട്രോങ്. എന്താണോ വിഷമിപ്പിക്കുന്നത് അത് നമ്മളെ സ്ട്രോങ്ങേ ആക്കുള്ളൂ. പക്ഷെ നമ്മളെ കുറെ സമയം നമ്മളെ വിഷമിപ്പിച്ച് കുറെ നെഗറ്റീവ് തോട്ട്സിലും ഡിപ്രഷനായിട്ടും നമ്മുടെ കുറെ ടൈം അങ്ങനെ പോവും ചേച്ചി. അതിന്റെ ഒപ്പം കുറച്ച് വാശിയും വരും കുറെ കഴിയുമ്പോ. അതായത് ഇപ്പൊ ഞങ്ങളുടെ കേസിൽ ഫസ്റ്റ് ഇൻസിഡന്റോ സെക്കൻഡ് ഇൻസിഡന്റോ അല്ല, ഒരു 10-15 വർഷം ആവുന്ന ഏകദേശം. നിങ്ങളുടെ ബാക്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ ആണ് നിങ്ങളുടെ മേളിൽ ഇത്രയും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ആ സെയിം പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. നിങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ പ്ലസും മൈനസും എല്ലാം ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. അതെ അതാണ് നമുക്ക്. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. എനിക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും ഒരു ഓപ്ഷനും ഇല്ല. നമുക്കിത് ചെയ്തേ പറ്റും. എല്ലാരും ചോദിക്കാറുണ്ട് നിങ്ങളിത് വീടിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ടല്ലേ എന്നുള്ളത്. ചേച്ചി നമ്മൾ പണ്ടുകാലം മുതൽ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടന്നാലും എന്തൊക്കെയാണെങ്കിലും നമ്മുടെ വീട്ടിലൊരു ആൽബം ഉണ്ടാവും. അത് നമ്മളെ അറിയുന്ന ഒരു 10-20 പേര് എന്തായാലും കാണുകയും ചെയ്യും. അതാണ് ഇവോൾവ് ആയി സോഷ്യൽ മീഡിയ. വി ഹാവ് എൻ ആൽബം ദർ. നമ്മളെ അറിയുന്ന നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് അത് കാണും. സോ ഈ സംഭവമൊക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഞങ്ങളുടെ കേസിൽ എന്ന് പറയുന്നത് ഞങ്ങൾ ഹാപ്പി മൊമെന്റ്സ് ഷെയർ ചെയ്ത് അതിനകത്ത് ഡെഫിനറ്റ്ലി വരുന്ന ഇൻകം നമ്മുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ കയറി വരുന്നത് ഓർഗാനിക് എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിർത്താൻ പറ്റുന്നില്ല. വി ഹാവ് ടു കീപ് ഗോയിങ് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഒരിക്കൽ പോലും നിങ്ങൾക്ക് അമൃതയ്ക്കാണെങ്കിലോ അഭിരാമിക്കാണെങ്കിലോ നമുക്ക് ഇനി സോഷ്യൽ മീഡിയയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യണ്ട, നമുക്ക് ഈ ഒരു ഭാഗം സൈലന്റ് ആക്കി വെക്കാം, ജസ്റ്റ് മേക്ക് ഇറ്റ് നമ്മുടെ ഒരു സംഭവം പ്രൈവറ്റ് ആക്കി തന്നെ നമുക്ക് വെക്കാം എന്ന് എപ്പോഴെങ്കിലും അപ്പൊ നിങ്ങൾക്ക് തോന്നിയോ? പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു മേ ബി ഒരു 5 വർഷം. അമൃതയാണ് കൂടുതൽ പരിചയമെങ്കിലും അമൃതയുടെ അനിയത്തി എന്ന ലേബലിലാണ് അഭിരാമി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഇടയ്ക്ക് താൻ വലിയ രീതിയിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട് പറ്റിക്കപ്പെട്ടെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് അഭിരാമി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുൻപ് തന്നെ സ്വന്തം ചേച്ചിക്ക് വേണ്ടി ഉറച്ച നിലപാടുകൾ എടുക്കുകയും സ്വന്തം ചേച്ചിക്ക് വേണ്ടി എവിടെയും തുറന്ന് സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളുകൂടിയായിരുന്നു അഭിരാമി സുരേഷ്. എല്ലാ കാര്യങ്ങളിലും തന്റേതായ അഭിപ്രായങ്ങൾ പറയാൻ താരം ശ്രമിക്കാറുണ്ട്. സഹോദരി അമൃത സുരേഷിനെതിരെ വരുന്ന മിക്ക ആരോപണങ്ങൾക്കും അഭിരാമി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരാറുമുണ്ട്. താരം പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. നമുക്കൊരാളിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ ആയാൽ അമൃത ചേച്ചിയിൽ നിന്ന് എന്തെടുക്കും എന്ന ചോദ്യത്തിനാണ് അമൃതയുടെ ചേച്ചിയുടെ വിൽ പവർ എടുക്കുമെന്ന് താരം പറഞ്ഞത്. അതുമാത്രമല്ല, ഒന്നിലും തകർക്കാനാകാത്ത ആ മനക്കെട്ടി തന്നെ താൻ ഇങ്ങെടുക്കുമെന്നാണ് അഭിരാമി പറയുന്നത്. ഞാനൊരു പോയിന്റ് കഴിയുമ്പോൾ ഗിവ് അപ്പ് ചെയ്യുമെന്നും അഭിരാമി പറയുന്നുണ്ട്. പക്ഷെ തന്റെ ചേച്ചി ഒരിക്കലും അങ്ങനെയല്ല എന്നാണ് അഭിരാമി പറയുന്നത്. ബാലയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ബാലചേട്ടനിൽ നിന്നും ഒന്നും എടുക്കാൻ താല്പര്യമില്ലെന്ന് അഭിരാമി പറഞ്ഞു വെക്കുന്നുണ്ട്. ബാലചേട്ടന്റെ ഒന്നും തനിക്ക് വേണ്ട എന്നാണ് അഭിരാമി പറയുന്നത്.